1991 AK ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം നിർവഹിച്ച സിനിമയായിരുന്നു അമരം. അച്ചു എന്നൊരു അക്ഷരാഭ്യാസമില്ലാത്ത പാവം മത്സ്യത്തൊഴിലാളി തന്റെ അമ്മയില്ലാത്ത മകളെ അതിന്റെ വിഷമങ്ങളൊന്നും അറിയിക്കാതെ വളർത്തുകയും കഠിനാധ്വാനം ചെയ്ത് അവളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ഡോക്ടറാക്കണമെന്ന് സ്വപ്നം കാണുന്നതും മകൾ നല്ല മാർക്കോടെ പാസ്സാവുമ്പോൾ അഭിമാനം കൊള്ളുകയും പക്ഷേ അതിനിടയിൽ മകൾ അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് അയാളുടെ സുഹൃത്തിന്റെ മകനുമായി പ്രണയത്തിലാവുകയും അച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി അച്ഛനെ വിട്ട് അയാളെ വിവാഹം കഴിച്ചു പോകുന്നതുമൊക്കെയായി വികാരനിർഭരമായ രംഗങ്ങളിലൂടെ പോകുന്ന ഒരു ഫാമിലി ഡ്രാമ ചിത്രമായിരുന്നു അമരം. AK ലോഹിതദാസിന്റെ ശക്തമായ തിരക്കഥയും ഭരതൻ എന്ന സംവിധായകന്റെ സംവിധാന മികവും മമ്മൂട്ടിയുടെയും മുരളിയുടെയും KPSC ലളിതയുടെയും എല്ലാം മികച്ച പെർഫോമൻസ് കൂടി ഒത്തുചേർന്നപ്പോൾ അമരം മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഒന്നായി മാറുകയായിരുന്നു. 200-ലധികം ദിവസത്തോളം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശിപ്പിച്ച ഈ ചിത്രം ഒരു സാമ്പത്തിക വിജയമായിരുന്നു. ഈ സിനിമയിൽ അച്ചുവായി മമ്മൂട്ടിയും മകളായി മാധവും അച്ചുവിന്റെ സുഹൃത്തായി മുരളിയും അയാളുടെ ഭാര്യയായി KPSC ലളിതയും അവരുടെ മകന്റെ വേഷം അശോകനുമായിരുന്നു ചെയ്തിരുന്നത്. കൂടാതെ ചിത്രയും കുതിരവട്ടം പപ്പുവും ബാലൻ K നായരും മികച്ച വേഷങ്ങൾ തന്നെ ചെയ്തിരുന്നു. ഈ ചിത്രത്തിലൂടെ KPSC ലളിത മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിയപ്പോൾ മുരളിക്ക് മികച്ച സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ സൗത്ത് അവാർഡും ലഭിച്ചിരുന്നു. ഒരാളും കരയണ കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും.